ജൂലി അവന് കേരടിക്ക് ഓരോരുത്തരെ കേരടി പേടിക്കണ്ട. പ്രത്യേകത ഉണ്ട്. എന്തിനാ അവന്റെ വാ കൊണ്ട് അവന് സംസാരിക്കാൻ അറിയില്ല, വേറെ പല കാര്യങ്ങൾക്ക് മാത്രമേ അറിയാവൂ. അതല്ലേ ഞാൻ പറഞ്ഞ താടി വളർന്നു. ആഹാരം കഴിക്കലും പിന്നെ ചില ആണുങ്ങളെ സൂചിപ്പിക്കലും. പൊക്കി പറയും ചിലരെ പറ്റി, അത് മാത്രം. ഞാൻ പറയാം, മാക്സിമം ഇന്ന് ചന്ദ്രൻ ചെയ്യാൻ പോണെന്ന് അറിയാവോ? എവിടെ നിന്നാലും ഡ്രസ് മാറി വന്ന് വെടിവെച്ച് കൊല്ലും. ഇല്ല അങ്ങനെയില്ല. അല്ലല്ല, അവ ഈ കൊടിച്ചിട്ട് പോയത് നമ്മളെ കൊന്നില്ലെങ്കിൽ ബാബുവിനെ എടുക്കും. അല്ല ബാബുവിനെ ചിലപ്പോ കൊന്നു തരാം. കൊല്ലത്തില്ല ഇനിയും മനസ്സിലായില്ലേ, ഒരു റൗണ്ട് കൂടി പൊളിഞ്ഞാലേ കൊല്ലത്തുള്ളൂ. ഏത് കൊല്ലാളിയാ? 2026. നീ ചന്ദ്രന്റെ കൂടെ വാടാ മറ്റേ. ഞാൻ ഒരു കാര്യം പറഞ്ഞാളിയാ, നമ്മളോടെ സെറ്റ് ആകത്തില്ലളിയാ. ഇത് കോഴി എന്റെ പുറത്തേറിയിരിക്കുന്നത്. അല്ലാണ്ട് നമ്മളോടെ കേറിയ ഇതിപ്പോ മുതുക്കിയത് ആള് ഉറക്കല്ലേ ഇവിടെ വന്നത്. നമ്മളെ തോളി കേറി കത്തി എടുക്കല്ലേ. ചന്ദ്രനാട്ടാ ഇത് ലൂവന്മാരെ വന്നേണ്ടാ. ഓർമ്മയില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, കൊറേ കൂടെ സാധനമാര് മുഖത്തും തലയിൽ കൂടി ഇടും, നമുക്ക് മനസ്സിലാവും. എനിക്കെന്തോ അടിക്കുന്നുണ്ട്. എനിക്ക് ഇത് പ്ലാൻ ആണോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഇവിടെ കൊറേ കണ്ടന്റ് ഇപ്പൊ വരും. പ്ലീസർ എഡിറ്ററെ ഇപ്പൊ തന്നെ ഉണ്ടാക്കിട്ടാ മോനെ. ഞാൻ ചില എന്റെ കുറച്ച് തീരുമാനങ്ങളെ കുറിച്ച് ഞാൻ ആലോചിക്കുമായിരുന്നു. എന്റെ വിഷമം കേട്ടോ പട്ടിയെ പോലെ തുള്ളിപ്പോയത്. കുറച്ചുകൂടെ ഡിപ്രഷൻ ആക്കാൻ പട്ടി വന്നത്. ആളിയാ സർക്കാർ അളെ, എനിക്ക് ചില തീരുമാനങ്ങൾ, ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാവുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ലേ. എന്താണ് നിനക്ക് ഇപ്പൊ തെറ്റിപ്പോയതായിട്ട് തോന്നി? അവസാനമായിട്ട് തെറ്റിപ്പോയെന്ന് പറഞ്ഞ തീരുമാനം എന്തിനാണ്? അച്ഛനില്ലാത്തവന് ഒരു അച്ഛനായിട്ട് കൂടെ നിന്ന് ഞാൻ. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. അല്ല എടാ, അത് ഞാൻ കാര്യം പറയട്ടെ. ബാബുല്ലേ നിന്നെ മനസ്സിലായില്ലേ? അവ ഇല്ലെങ്കി അടുത്തത് നീയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ അടുത്ത്. അപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ നിനക്ക് എന്റെ അടുത്ത് വിരോധം തോന്നരുത്. ഞാൻ തന്നെ വെട്ടിടും, കുഴപ്പമില്ല. അവ അങ്ങനെ ഉണ്ടാക്കണ്ട. സബ് ഞാൻ ഉണ്ടാക്കും. സ്വന്തമായിട്ട് ഞാൻ വിറ്റ് ജീവിക്കും. ഞാൻ ഇടും അവനെ. അങ്ങനെ അല്ലെ നീയും കൂടെ എന്റെ അടുത്ത് എന്റെ ഇതാക്കല്ലിയാ. ഇല്ലല്ലേ, ഞാൻ ചിരിച്ചു പോളിയാ. അവന്റെ തമാശ നല്ലതാണോ? അതാണ് പ്രശ്നം. ഇന്റേതാണെങ്കിൽ അളിയാ മറ്റേ ചീഞ്ഞ പുഴുത്തതാരം. എടാ എല്ലാരും പറഞ്ഞു 2020 ഗോബാക്ക് അടിച്ചത് ആ ലെവലിൽ ബാബു എടാ വാറ്റ് ഭയങ്കര പ്രതിസന്ധിയിലാണ്. കൊറേ നാളായിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പൊ ടിവിയുടെ അകത്ത് വന്നിട്ട് അവന് വെടിവെക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം അവന് സ്ലോട്ടില്ല, മനസ്സിലായില്ലേ? അപ്പൊ ഇവ എല്ലാരടുത്തും കുനിഞ്ഞു വരെ കാല് പിടിച്ചു വരെ ചോദിച്ച്, എന്നിട്ട് പോലും മനസ്സിലായില്ലേ എല്ലാരും മനസ്സിലാടാ ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള പ്ലേയേഴ്സ് അല്ലേ. അപ്പം ഒരു വിധത്തില് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ആർക്കും ഒന്നും മാർക്ക് കൊടുക്കാനും പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്, മനസ്സിലായില്ലേ? അപ്പൊ നിനക്ക് നിന്നെ കാട്ടി കഴിവ് കുറഞ്ഞ ആരെങ്കിലും അതിലുള്ളതായിട്ട് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ടോ? അളിയ ഒരു എല്ലാരും ഒരേപോലെയാണ്, മനസ്സിലായില്ലേ? ഞാനിപ്പോ മെയിൻ പ്ലേയേഴ്സിന്റെ അതേ ഇതാണ് എനിക്ക് കഴിവ്. ആരുമായിട്ടാണ് നീ നിന്നെ കമ്പയർ ചെയ്യുന്നത്? സ്റ്റീവായിട്ട് നിനക്ക് എന്തിനാ കൈ ഒടിഞ്ഞ?
സീവേ ഞാൻ ഒരു കാര്യം പറയാം, 2 ദിവസം വെളിയിലിറങ്ങണ്ട. നല്ല പ്രാക്കുണ്ട് കേട്ടോ നിനക്ക്, നല്ല പ്രാക്കുണ്ട്. 2 ദിവസം വീടിന്റെ വെളി ഇറങ്ങണ്ട. അല്ലല്ല ബാബു, ആ നമുക്ക് എന്തിനേം പറ്റൂടാ, നിനക്കും കേറണ്ടേ? എനിക്ക് കേറണപ്പോ ഒരാളല്ലേ ഇവിടെ ഉള്ളു സ്ലോട്ട് ഒപ്പിക്കാൻ പറ്റിയ, ഒരാളെ കൂടെ ഒപ്പിച്ചിട്ട് ഒരുമിച്ച് ദിശ എടുക്കാം. അല്ലല്ല സ്റ്റീവ് ചന്ദ്രനുണ്ട്, ലോലിനുണ്ട്, SRK ഉണ്ട്. ചന്ദ്രനെ മാറ്റണ്ട, ആകെ പേരിനൊരു ഡമ്മി കോലിയുടെ മാത്രമേ ഉള്ളൂ. അല്ല അപ്പൊ അതിപ്പോ ഒഴിവാക്കിയല്ലേ, പിന്നെ ഞാൻ തന്നെ തിരിച്ച് ഗ്യാങ്ങി കയറി കോലിയുടെ ആവേണ്ടി വരും. ഡമ്മിയായിട്ടല്ല, ശരിക്കുള്ളത് തന്നെ. പറയട്ടെ, കണ്ണു വെക്കാതെ മനസ്സിലില്ല, കണ്ണു വെക്കാതെ ഇരിക്കാൻ 1-2 കിട്ടണം എനിക്ക്. PR വർക്ക് നടക്കുന്നുണ്ട്, PR വർക്ക് ഭയങ്കര പുറമെ നടക്കുന്നുണ്ടേ. അല്ല ബാബു, നമ്മള് ടോപ്പിക്ക് മാറിപ്പോണു. അതിപ്പോ ആരെ മാറ്റേണ്ടെന്ന് പറ, എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരാള് ഇങ്ങോട്ട് ചാടി വന്നില്ല, നമുക്കത് തിരിച്ചു വിളിച്ച് തിരിച്ചങ്ങ് വിട്ടാല അപ്പാപ്പനെ. ഞാനൊരു കാര്യം പറയട്ടെ, പുള്ളിയെ കൊണ്ട് എന്തെങ്കിലും കഴിവുണ്ട്. റിപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇപ്പം കറന്റ് ഇപ്പൊ മനസ്സിലായില്ലേ, മാറ്റിയാലും പ്രശ്നമില്ലാത്ത മനസ്സിലായി. നിനക്ക് നീ അവിടെ വരുമ്പോ ആള് പോയിട്ട് ഒരാൾ പോയിട്ട് അവിടെ നീ വരുമ്പോഴേ വാസുവിനെ മാറ്റാൻ പറ്റത്തില്ല, വാസുവിനെ മാറ്റാൻ പറ്റത്തില്ല. ഞാൻ ഒരു കാര്യം വാസുവിനെ മാറ്റില്ല, അത് വാസു വലിയ മാറ്റാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, എന്തൊക്കെ പറഞ്ഞാലും അളിയാ, നീ MRC ഗോകു അല്ലേ അളിയാ? അണ്ണാ ഞാൻ അങ്ങനല്ല അണ്ണാ, അങ്ങനല്ല. നിനക്ക് സ്വന്തം നീ ഞാനും എടുത്തെടുത്തോന്ന് പറയും, ഞാനും എടുത്തെടുത്തോരെന്ന് പറയും. ബ്ലൈൻഡ് ആണ്, നമ്മളൊക്കെ ബ്ലൈൻഡ് ആണ്. സോറി, ബാബു നീ പറയും, ഞാൻ ജീവി അങ്ങനെയല്ല, വേണ്ട, അത് അണ്ണന് ഹർട്ടാവും. ഇപ്പൊ ഒരു ഡയലോഗ് പറയാൻ ജസ്റ്റ് അണ്ണ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അല്ല, ഇവിടെ ഒരേ ഒരു ഗ്യാങ്ങി കളിച്ചിട്ടുള്ള 2 പേരേ ഉള്ളൂ എന്ന് പറയാൻ പോയതാണ് ഞാനും എന്റെ അണ്ണനും. ശരിയാണല്ലോ. അതങ്ങനെയല്ലല്ലടാ, അതേപോലെയാണ് അപ്പാപ്പനും KVA TV. അപ്പാപ്പനെ നീ വന്ന അട്ടപ്പാടിയതല്ലേ? ഞാൻ ഒരു കാര്യം, ആരെങ്കിലും ഒരു ഗ്യാങ്ങിന് ഇടാൻ പറ്റിയ പേരാണ് അട്ടപ്പാടി. എരിയില്ലാത്തവന്മാര്. ബാബു ബാബു ഇല്ല, പണ്ട് ചോദിക്കാതിരുന്നേ കേട്ടോ, നീയല്ലേ പേര്? അവന്മാരൊക്കെ കെട്ടി പിള്ളേര് വന്ന് നിന്നെ തല്ലു. അല്ല, പേരിട്ട് നീയാണല്ലോ അട്ടപ്പാടി. അതല്ല, അത് മറ്റേ മഹാലിംഗോ. പക്ഷെ സത്യം പറയട്ടെ, അങ്ങനെ കുളിച്ചോണ്ടിരുന്നപ്പോ ഞാൻ കണ്ട ചെറിയ ലിംഗോ. അയ്യോ സോറി 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 സോറി. എന്തിനാ ചവറിൽ പോയെന്ന് മാത്രമേ ചോദിക്കാറ്. അത് ഇവന്റെ ഈഗോയാണ്. ഇവന്റെയും ചെറുത് ആർക്കെങ്കിലും ഉണ്ടോ കണ്ടുപിടിക്കുമ്പോൾ ഭയങ്കര എന്റെ തിരക്കണ്ണെ വന്ന് നോക്കി ചമ്മി പോയവന്. പിന്നെ ആകാശത്തും കിട്ടിയത് ഇടയ്ക്ക് ചന്ദ്രനെ കണ്ടപ്പോഴാണ്. ബാബുവിന്റെ ഉള്ളിലോട്ട് കയറിയിരിക്കുന്നത്. ആ ചന്ദ്രന്റെ ഉള്ളിലോട്ട് കയറിയിരിക്കുന്നു, ആ വയറിലോട്ട്. ഇല്ല, ചന്ദ്രന്റെ കേസ് കള്ളം പറയല്ലേ, ഇടയ്ക്ക് മോക്കൂരിന്റെ മരുന്നിട്ടപ്പോ മാറി. ഒന്ന് ആലോചിച്ചോക്കട്ടെ, ഇവിടെ പോലും പക്ഷെ സിറ്റി പോലും ഇല്ലാത്തവരെയൊക്കെ എടുത്തിട്ട്. അല്ല, ചന്ദ്ര എപ്പോഴും പോക്കറ്റിൽ ഒരു ഇത് ഭൂത കണ്ണാടി കൊണ്ട് നടക്കും, പെടുക്കാൻ പോകുമ്പോ അത് വേണം. ചന്ദ്രന്റെ കൂടെ പെടുക്കാൻ പോണത്. ഒന്നങ്ങോട്ട് ഏക്കണില്ലല്ലോ ഒന്ന് കരയട ഗോകു. എല്ലാം എനിക്കിട്ട് നിന്നെ തിരിച്ചടിക്കുന്നല്ലേ. അയ്യോ, ഇപ്പോഴാണ് ഈ സൗണ്ട് എനിക്ക് മനസ്സിലായത് കേട്ടോ. ഇടിവെട്ട് വന്ന് വീണ് കത്തിയ ഗോകു ഫീസ് വലിച്ചു.
അച്ഛനെ കിട്ടിയ എല്ലാം പിടിച്ച് ഊരി കേട്ടോ പേടിച്ചിട്ട്. ആള് പാനിക്കാര് കൈക്കോട്ട് എല്ലാ പേരും പിടിച്ചു മാത്രം ഊരിയില്ല. ഇല്ല പാസ്റ്റ് ഒക്കെ ഒന്ന് ആലോചിക്കായിരുന്നു. ബാക്കിയെല്ലാം ഊരി, ഇത് മാത്രം പോയില്ല. ആളിപ്പോഴും ഉണ്ട്. സാറൊക്കെ ഞാൻ എന്റെ പാസ്റ്റ് ഒന്ന് ആലോചിക്കുന്നു. ഞാൻ പാത്രം കഴിയാൻ ജീവിച്ചാൽ മതിയായിരുന്നു. ബാത്റൂം കഴിഞ്ഞ് ജീവിച്ചാൽ പാത്രം മാത്രല്ലല്ലോ നീ കഴിവ് കൊടുക്കുന്ന മറ്റേ നീ ആ പിസാട്ടിലല്ലേ ജോലി ചെയ്തിരുന്ന മറ്റേ ഇംഗ്ലീഷുകാരന്റെ അവിടെ. കുറച്ചാള് മുന്നേ ആണെങ്കിൽ ഇംഗ്ലീഷ് മാത്രം കേട്ടാ മതി, ഇപ്പൊ മലയാളത്തിൽ കേൾക്കണത്. സീവേ നീ ഇതിലാടാവണ്ട. അതും കണ്ട ബംഗാളികളെ വൈദ്യുതി കേൾക്കണം എന്ന് പറഞ്ഞാലേ മുമ്പോ ടൈമില്ലേ ആള് പോരും പോയി. സാമാനത്തിൽ കടിക്കാൻ നോക്കുന്ന നീ. നിനക്ക് ഇപ്പൊ പറയാൻ കിട്ടുന്ന ചാൻസ് ആണ്. പെട്ടെന്ന് പറഞ്ഞോ. മലേന്റെ വെള്ളം വരുമോ? ഇതൊക്കെ കണ്ടാ? ഇതൊക്കെ നോക്കിയെടുത്താ ഫോൺ വിളിച്ച് ഒരു വരവ്. നമ്മളൊക്കെ ചത്തിറന്നാ നോക്കത്തൂല്ല. ഞാൻ വിളിക്കും. ഗോകു ഇത് എന്തിനാണെന്ന് അറിയാവോ? നിനക്കിട്ട് കിട്ടാൻ വേണ്ടി. അതാണ് നല്ലോണം ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ, നല്ലോണം ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ. അല്ല അല്ല ഇയാളാ റെക്കോർഡിങ് ഓഫ് ചെയ്തേ. റെക്കോർഡിങ് ഓഫ് ചെയ്തേ. ഞാൻ ഇനി എന്റെ മുഖം കണ്ട ഞാൻ കോപ്പി. അതെ സത്യം. അതെ അതെ. അളിയ തീയിട്ട് ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ മറങ്ങൂല അളിയ. തീയിട്ട് തീ കത്തിച്ചുട്ടാലാ. ഇപ്പൊ ഇപ്പോഴത്തെ ഉള്ളവരൊക്കെ മറക്കൂലേ. അവന് എന്നെ മറന്നിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കുറച്ച് മനസ്സിലായില്ല, അരമണിക്കൂറത്തെ മുമ്പത്തെ കാര്യമൊക്കെ മറക്കത്തുള്ളൂ, അതിൽ കൂടുതൽ മറക്കൂല. നിന്റെ മുഖം എന്ന് പറഞ്ഞപ്പോ 5 വർഷം മുമ്പ് കണ്ട മുഖമല്ലടാ, അത് മറക്കാൻ പറ്റുമോ? അത് ഇനി അഥവാ മറന്നാൽ തന്നെ നിന്റെ ടവൽ എടുത്തോണ്ടിരുമ്പോ മണം അടിച്ച് ഉറവ് വരും. അല്ല ഞാൻ കഴിവത് എന്നെ വേറെ കളിയാക്കല്. ഇതെന്താ മരിച്ചിട്ട് പോലും പറഞ്ഞില്ല ഞാനത്. മിന്നി ചന്ദ്രൻ പെട്ടെന്ന് വന്നു. അല്ലെ ചന്ദ്രന്റെ ഫോൺ നമ്പർ എത്ര അളിയാ? 471. ചന്ദ്രൻ നമ്പർ എന്റെ ഉണ്ടായിരുന്ന. അളിയാ ഹലോ അളിയോടെ വിഷയൊക്കെ ചന്ദ്രൻ അല്ല ബാബുന് എല്ലാരും കൂടെ തലക്കും വില കഴുത്ത് ആക്കുന്നത്. അവൻ ചത്ത് വീഴാൻ ചെയ്ത്. ബാബുനെയാ? ഓ നീ മറ്റേ ഇവിടെ ഇത് എവിടെ അളിയ ഇതൊക്കെ നീ കാണാൻ വിട്ട ശരി ഏറ്റില്ല. അന്നായിത ആണുങ്ങളെ നമ്പർ മാത്രമേ ഉള്ളൂ. പിന്നെ കളവിമാര് നിന്റെ ബി പി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഡോക്ടറിനെ ബി പി ഒക്കെ ചെക്ക് ചെയ്യാനാണ്. മിക്കവാറും മാനസിക വാറ്റിന്റെ എണ്ണ എന്തിനാണ് വിരലൊക്കെ നീട്ടി കാണിക്കുന്നത്? അളിയാ കൈ കാണിച്ചതാ അളിയാ. നീട്ടാൻ വേണ്ടി ഒരു അതിലേ ഉള്ളല്ലേടാ. പിന്നെ ഡോക്ടറെ പുള്ളിക്കാരനെ മൂത്രയ്ക്കാൻ വേണ്ടി കുറച്ച് ഒരു ഭൂതക്കണ്ണടി കൊടുക്കണേ. ഇത് കിട്ടണവരെ പറയാ. എന്താ സാറേ? ഡോക്ടർ ഈ ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ മാത്രം വിരലല്ല ഇതേപോലെ നിൽക്കുന്നില്ല. അതാണ് സാറേ ചെറിയൊരു സെഡേഷൻ തരുന്നുണ്ട് സാറിന്. എനിക്ക് താല്പര്യമില്ല. കിടന്നെടുത്ത്
എന്താ സെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാ അയ്യോ അതെ സാറെന്താ ചെയ്ത് സാറേ കുറച്ചു നേരം ഇതിന്റെ എഫക്ട് ഉണ്ടാവും സാറേ. എനിക്ക് പുള്ളിക്കാരൻ പൈസ ഒന്നും തരത്തില്ല അല്ല എനിക്ക് സാറേ ഒരു മിനിറ്റ് സാറേ കുറച്ചു നേരം ഇതിന്റെ ഒരു എഫക്ട് ഉണ്ടാവും സാറിന് അത് കഴിയുമ്പോ ഹെൽത്ത് എല്ലാം ഓക്കെ ആയിരിക്കും പെർഫെക്റ്റ് ആയിരിക്കും ബോഡി പെയിൻസ് ഒന്നും ഉണ്ടാവില്ല ഓക്കെ എല്ലാ ചലനം ശരിയാവും. ശരിയാവും എണീക്കുമ്പോഴും ഹെൽത്ത് റെഡി ആവാറുണ്ട്. സാർ ഓക്കെ അല്ലേ പെർഫെക്റ്റ് അല്ലേ തലറക്കൊന്നുമില്ലല്ലോ ചെറിയൊരു സാറേ ചെറിയൊരു കിക്ക് ഉണ്ടാവും സാറിന് ഞാൻ ഒരു മരുന്ന് തരാം ടാബ്ലറ്റ് തരും അവര് ആ ഞാൻ കിക്കില്ല അതൊക്കെ സാർ എന്തൊരു സാറെന്തൊരു അല്ല ഇപ്പൊ എന്തിനാണ് ഇത് ചെയ്തത് സാറിന്റെ ബോഡിയിൽ മൊത്തത്തിലൊരു കൊണ്ടോന്ന് ചെക്ക് ചെയ്തതാ എന്തൊരു ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല, ബ്രെയിൻ കാണൂല. സാറ് എന്റെ എല്ലാം എടുത്തോണ്ട് പോയാ ഒന്നുമില്ല ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ മാറ്റിയതിന്റെ അകത്ത് കള്ളക്കാരിയൊക്കെ ഇതെന്താ പതുങ്ങിയിരിക്കുന്നത് എവിടെ എവിടെ എന്തിനു പറ്റി വല്ല കളഞ്ഞു പോയാ? വെട്ടിക്കൊണ്ട് പോയാ ഇല്ലല്ല സുന്നത്തല്ല നടത്തിയത്. ഇഞ്ചക്ഷൻ തന്നാണ് അല്ലെ വെട്ടിക്കൊണ്ട് പോയിട്ടുണ്ടോ തോന്നണ്ട, ചെറിയൊരു കത്തിരി കയ്യിരിക്കുന്നുണ്ടോ? നമ്മൾ നിർത്തി മാറ്റി നിർത്തി. നീ നിനക്ക് ചന്ദ്രന്റെ ടീമിൽ ചേരണോ? ഇല്ല അതെ വേണ്ട സോറി നമ്മളെ കൂടെ ഓക്കെ. ഞാൻ ബാബു നീ അങ്ങനെ കിടന്നപ്പോ ഞാൻ അവനെ വിളിച്ച് വരുത്താൻ നോക്കി, പക്ഷെ നടന്നില്ല. അവൻ TDF കളിച്ചോണ്ടിരിക്കും. നിന്നെ വെട്ടി കണ്ടന്റാക്കിയ നിന്റെ അവിടെ നിൽക്കുന്ന പച്ച ഡ്രസ് ഇട്ട് അവിടെ ഇല്ലേ അവക്കിട്ടൊരു പണി കൊടുക്കണ്ടേ? പിന്നെ അതും വെറുമല്ല, പട്ടിയുടെ പേരിട്ട ജൂലി. നീ വാ നമുക്ക് നിന്റെ ഇന്ന് തന്നെ കണക്ക് ഇട്ടത് കണ്ട പൂണ്ടിരാജ് അവിടെ വന്നിട്ട് നമ്മള് ജൂലിയുടെ കാര്യം സംസാരിക്കണം. ജൂലിക്ക് ഫുഡ് കൊടുത്തായിരുന്നല്ല, അത് പട്ടിയാണെന്ന് പറയണം കേട്ടാ. കേട്ടായിരുന്നല്ലോ കേട്ടില്ലോ എന്തിനു സാറേ? സാറേ ഒരു രണ്ട് ദിവസത്തിന് ടാബ്ലറ്റ് തരാവേ, അതൊന്ന് എനിക്ക് എന്താ പ്രശ്നം എന്താ? എനിക്ക് സാറേ ഒരു പ്രശ്നം ചെറിയൊരു BP കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ഓ അങ്ങനെ, അത് നമ്മൾ ഇത്രയും പേര് വട്ടത്തിട്ട് കൊടുത്തായിരുന്നു. അതിന്റെ പെട്ടതെല്ലാം കൂടി നമ്മളിപ്പോ ടേംസിലെത്തി ഡോക്ടറെ. നീ തനിയിട്ടാണോ? അപ്പൊ എന്തിനാ ആക്കി വെച്ചാലാ നീ ബാബു? സാറിന് എത്ര തന്നുമായി? സാറേ അത് ഇപ്പം പോയി എല്ലാം മാറി ഇപ്പൊ എല്ലാം മാറി സാറേ. ടാബ്ലറ്റ് എന്താ നീ അവിടെ പറഞ്ഞു വെച്ചത്? ഞാൻ സംസാരിച്ച മനസ്സിലാവും കേട്ടാ. അണ്ണൻ വാറ്റിന്റെ ചോദിക്കണം കേട്ടോ. ജൂലി ഫുഡൊക്കെ കഴിച്ചായിരുന്നു അവിടെ ചോദിക്കണം കേട്ടാ. ജൂലിയെ പറ്റി നിങ്ങൾ അങ്ങോട്ട് സംസാരിച്ചാൽ മതി. നിന്നെ ടാർഗറ്റ് ചെയ്യുന്നേട്ടാ ജൂലി കുറെ നേരമായിട്ട് വാറ്റേ. അവള് റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുക. എടാ മറ്റേ മറന്നിട്ടല്ലോടാ അത് ജൂലിക്ക് ഫുഡ് കൊടുത്തില്ലായിരുന്നോ? അയ്യോ അല്ല, ജൂലി കേസല്ല, അവന്റെ വീട്ടിലെ പട്ടിയുണ്ട് ജൂലി എന്ന് പറഞ്ഞാൽ. പട്ടിക്കെല്ലാവർക്കും ജൂലി എന്ന പേരാണ് ഇടുന്നേ. അല്ല ഇപ്പൊ 2 തവണയായിട്ട് ഞാൻ കാണുന്നില്ല. അങ്ങനെയാ വീട്ടിലെ പട്ടിയായിരിക്കും. ഇല്ല നമ്മളെ സിറ്റിയിലും ഉണ്ട്, അടുത്തുണ്ട്. അങ്ങനെ ഒരു പേര് ഇല്ല പട്ടിക്കൊണ്ട് ഉറപ്പായിട്ടുണ്ട്. എനിക്കൊന്ന് തെളിയിക്കാൻ പറ്റും. അതാ നിങ്ങളുടെ വീട്ടിലെ പട്ടിയായിരിക്കും, വേറെ പട്ടി. ഇതേപോലെ ഇത് കൊറേട്ട് അംഗീകരിച്ചേട്ടാ. വീണ്ടും കുറച്ചടിക്കുന്നത് ഇന്ന് കരഞ്ഞാണിച്ചേ. ദേഷ്യം വരും, ആരായാലും ദേഷ്യം വരും. പഴവും ചോറുവാണോ പട്ടിക്ക് കൊടുക്കാളോ? പക്ഷെ അനുസരണുണ്ട്. അല്ലല്ല കൊടുത്തു അല്ല ചോറ് കൊടുത്ത് മിണ്ടാ തിന്നുന്നുണ്ടല്ലേ മതി ജൂലിയെ കൊണ്ട് വെറുതെ കടിപ്പിക്കില്ല. അല്ലല്ല ജൂലിയെ പറ്റിയല്ല, പട്ടിയെ പറ്റി. പട്ടിയുടെ പേരാണ് സാറേ. എടാ ബാബു നീ കാരണം സാർ എന്നെ പ്രാന്തനായിട്ടാ കാണുന്നത്. പ്രാന്തൻ ഗുളിയൊക്കെ തന്നേക്കുന്നു.
ഇത് ഒന്നുമില്ല സാറേ, ഇത് ഉറങ്ങണതിന് കുറച്ച് മുന്നേ കഴിച്ചാൽ മതി. സാറേ എനിക്ക് ഐസ് പാക്ക് വേദന തോന്നുന്നെങ്കിൽ ഒരു ഐസ് പാക്ക് വെച്ചത്. ഒന്നും ഇല്ലല്ലോ സാറേ, എന്നിട്ടല്ലേ തോന്നുന്നു. വേദനയാ വാച്ചമ്മ. ആ ജൂലിസേ സാറേ പെയിൻ തോന്നുന്ന വെച്ചാൽ ഈ ഗുളിക ഈ ഭക്ഷണത്തിന് ശേഷം രാത്രി കിടക്കാൻ നേരത്ത് കഴിച്ചാൽ മതി. നന്ദി സാറേ, നന്ദി സാറേ. സാറേ വെക്കോ നന്ദി. എന്തെങ്കിലും പറ്റിയെന്നെങ്കിൽ ആ ഞാൻ പറയാം സാറേ. ഇതൊക്കെ ഏത് യൂണിവേഴ്സ്? അതെനിക്ക് ബേൺ ക്രീമും ഐസ് പാക്കും തന്നിക്കുന്നു. ഇത് എന്നൊക്കെ അടുത്ത് എന്ത് ചെയ്തത്? ഇപ്പൊ കാര്യം മനസ്സിലാടാ. സ്ലോട്ട് ടിവിയിലെ ആണുങ്ങളെ മാത്രല്ലേ എടുക്കുന്നത്. 10 മണിക്കല്ലേ ഐഡന്റിറ്റി ഇല്ല. അതാണ് പിതൽജിനെ കുഴിച്ചിട്ടത്. നമ്മളിങ്ങനെ വെറുതെ നിന്ന് സംസാരിച്ചു. നമുക്ക് ഒരു കാര്യം, ബാബ ഇലക്ഷന് നിൽക്കുമല്ലേ, നമുക്ക് അവന്റെ ഇലക്ഷൻ പ്രമാശനം ഇറങ്ങിയാലോ? അവന്റെ കൂടെ പ്രൊമോഷൻ ഇറങ്ങാൻ ഞാൻ പോയോ? ആര് അവന്റെ കൂടെ പ്രൊമോഷന് അവന്റെ കൂടെ പ്രൊമോഷൻ ഇറങ്ങാനായിട്ട് ഞാൻ പോയി. പക്ഷെ പോയ വഴി അവനെ കണ്ടില്ല. അവൻ വേറൊരു വഴി പോയി, മനസ്സിലായില്ല, അവനെ കണ്ടില്ല. അതാണ് പിന്നെ ഒന്ന് ബോബിന്റെ നമ്പർ ഉണ്ടോ അതിന്റെ? എനിക്കൊരു സമയം വരും, എനിക്കൊരു സമയം വരും. ഞാനാണെങ്കിൽ ഇപ്പൊ RP കയറിയുള്ളൂ. എനിക്ക് അതിന്റെ ആ ഒരു നേക്ക് വന്നോണ്ടിരിക്കുന്നുള്ളൂ. എനിക്കൊരു ടൈം വരും, ഞാൻ എല്ലാരും എടുത്തിട്ട് പണ്ണും. ഇത് ഞാൻ കംബാക്ക് റീലായിട്ട് ഞാൻ കട്ട് ചെയ്തിടും. ഓരോരുത്തർ പറഞ്ഞതൊക്കെ ഞാൻ ഇരുന്ന് ആദ്യം ഇങ്ങനെ മറ്റല്ല ഇമോഷണൽ സോങ് ഇട്ട് ഇവന്മാർ പറയുന്നതൊക്കെ ഞാൻ ആദ്യം ഇങ്ങനെ ആക്കിയിട്ട് എൻ്റെ എഡിറ്റർ പയ്യനെ ഞാൻ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കും. എന്നിട്ട് ലാസ്റ്റ് ഞാൻ കംബാക്ക് അടിക്കുന്ന ഡയലോഗൊക്കെ ഇട്ട് ഞാൻ അവസാനം എഡിറ്റ് ചെയ്യും. നീയൊക്കെ വന്ന് അതിന് ലവ് ഇടും. ഒരു സമയമുണ്ട്, ചന്ദ്രനെ ഓപിച്ചില്ലേ കർമ്മ. എടാ ആ പൊട്ടൻ്റെ കൂടെ എന്നിട്ട് അവൻ എന്താ വന്ന് കൊണ്ടടിച്ചേ? കൂടെ നിന്ന് നീ പട്ടിയെ പോലെ ആക്കുവാണല്ലേ എന്നെ. നിനക്കുള്ളത് ഞാൻ വച്ചിട്ടുണ്ട്. ജൂലിസ്റ്റേ വലിയ ദൂരം ഇല്ല കേട്ടാ, ഒരു വണ്ടി പിടിച്ചു വരേണ്ട ദൂരേ ഉള്ളൂ കേട്ടാ. നിനക്ക് ഞാൻ ആയിരുന്നു അറിയത്തില്ല കേട്ടാ. ഇതിപ്പം ഇതെന്തരാന്നറിയോ എല്ലാരും? ഇല്ല ജൂലി, ഇതൊക്കെ എന്നെ ഊക്കാൻ വേണ്ടി ഞാൻ നിന്ന് കൊടുക്കുന്ന. എനിക്കാണെങ്കിലേ തിരിച്ച് ഞാൻ ഒരു സമയമാകുമ്പോ ഞാൻ ഊക്കി തുടങ്ങും. അതെനിക്ക് കട്ട് ചെയ്ത് ഇതാണ്, മനസ്സിലായില്ലേ? കംബാക്ക് അത് മനഃപൂർവ്വം കേൾക്കുന്നത്. മനസ്സിലായില്ലേ? അതെനിക്ക് ആദ്യം ഞാൻ ഇമോഷണൽ പാട്ടിട്ട് ഇവരെന്നെ ഊക്കുന്നത് ഇടും, അവസാനം ഞാൻ തിരിച്ചു ഊക്കുന്നത് ഞാൻ എടുത്തിടും. മനസ്സിലായി? കംബാക്ക്. ഓ 1 മില്യൺ ഇമോഷണൽ ബാക്ക് അല്ല, ഫ്രണ്ട് പൊടി ഇറങ്ങി. അത് തുടക്കം മാത്രമാണ് തിരിച്ചണ്ടില്ലേ? പക്ഷെ ഒരു കാര്യം പറഞ്ഞിട്ട് പറ്റിയത്, ഇത്ര 5 വർഷമായില്ലേ സിനിമ ഓടുന്നത്, തിരിച്ചൊന്നും കൊടുക്കുന്നത് കാണുന്നില്ല. ചിരിക്കല്ലേ. ഇവളാണെങ്കിൽ വേണമെങ്കിൽ ലാഫ് മറ്റേ ഇമോജി എടുത്തിടും, അല്ല ബീജം എടുത്തിടും. ഇത് ദേവക്കുട്ടി അല്ലേ? നമ്മൾ കുറച്ച് പേരുണ്ട് കേട്ടോ. ദേവക്കുട്ടി അത് നീ വഹിച്ചാ മതി. ഒറ്റക്കാലം ചിറ്റപ്പ നമ്മുടെ ജോൾസിനാ ഞാൻ ഒരു കുട്ടി യങ് ആൻഡ് ബ്യൂട്ടിഫുൾ അല്ലേ? ഈ കിളവിമാരോട് എന്തിനാ നടക്കണേ? അവർക്കൊരു കൂട്ട് വേണ്ടേ? ഈ ചാവങ്ങനത്തെ കാര്യം നീട്ടിക്കുന്നവരത് എന്തിനു കൂട്ടും? ഇങ്ങനെ ആവല്ലേ? നിങ്ങൾ ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് മാറും. മനസ്സിലായില്ലേ? ഇല്ലല്ല, ഞാൻ അധികം സംസാരിക്കുന്നില്ല. ഞാൻ സ്കൂളിന്റെ കാര്യത്തിൽ മാത്രമേ അധികം സംസാരിക്കാറുള്ളൂ. അത് മതി കേട്ടാ, എനിക്കിഷ്ടമല്ല ദേവക്കുട്ടി. എന്താ ഗോഗോ, എന്ത് ചെയ്യാനാ? പക്ഷെ ഇങ്ങനെ ഇമാരെന്നെ ഊക്കുന്നത് ഞാൻ എന്തെന്നോ, ഞാൻ മറ്റേ പൊട്ടനൊന്നും ആയതുകൊണ്ടല്ല ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്. ഒരു സമയം കിട്ടുമ്പോ എനിക്ക് കംബാക്ക് അടിക്കാൻ വേണ്ടി. പണ്ടത്തെ വാറ്റെണ്ണം വന്നിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മള് തിരിച്ചപ്പോ പറഞ്ഞ അവരുടെ അടുത്തൊക്കെ അതറിയാലോ. അത് ഞാനേ ഇപ്പൊ ഞാൻ അഭിനയിക്കുന്ന, മനസ്സിലായ? യുവമാര് എന്നെ ഊക്കും. ഞാൻ എല്ലാം കേട്ടോണ്ടില്ല പാവത്തിനെ പോലെ ഇരിക്കും. മനസ്സിലായ? അപ്പൊ ഈ ആൾക്കാർ കാണുമ്പോ അവർക്ക് എന്നെ പാവം തോന്നിട്ട് അവരെല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്യും. മനസ്സിലായ?
അങ്ങനെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് സ്ലോട്ട് കിട്ടും. സ്ലോട്ടിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ തനി സ്വഭാവം മാറും സ്ലോട്ടിൽ കയറി കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ മറ്റേ ചന്ദ്രന്റെ കൂടെ നിന്നുള്ള പ്രശ്നം ഞാൻ നിന്ന് നോക്കി, അവനെ കൊണ്ട് കഴിവില്ല. വേറെ ആരെങ്കിലും വിളിക്കേണ്ടി വരും. വാസു ആണെങ്കിൽ വരത്തൂല്ല, അല്ലെങ്കിൽ അവനെങ്കിലും ട്രൈ ആയിരുന്നു. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്ന പ്രേമോ? അല്ലേ അല്ലേ നല്ല പ്രേമൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് തടുപ്പൊക്കെ വന്നപ്പോഴത്തേക്ക് പ്രേമം വന്നാ? അതെ, കുറച്ചെങ്കിലും ഞാൻ ഒന്ന് സമാധാനത്തോട് അല്ലേ ബാബു, ഞാൻ ഒരു സത്യം പറയട്ടാ, നിന്റെ സൗണ്ട് കേൾക്കുമ്പോ എനിക്ക് പ്രഷർ കയറുവാ. പ്രൈവസിയിൽ ഒരു സംസാരിക്കട്ടെ. ഏത് ലബനീസ് ആണ്? ഞാൻ ലബനീസാ. എനിക്ക് പെണ്ണുങ്ങളോടാ താല്പര്യം, ഞാൻ ലബനീസാ. ബോബിന് വേണ്ടി വർക്ക് ചെയ്യണം കേട്ടോ, ബോബിന് വേണ്ടി വർക്ക് ചെയ്യണം. ബോബിന് വേണ്ടി വർക്ക് ചെയ്യണം. നമ്മൾ ഇത്രയും പേര് ചെയ്യുന്ന ബോബിനൊരു ബാബു. അപ്പൊ ജോക്കി ഏത് ജോക്കി കൂടെ കയറിയിടാം. നമുക്ക് 2 വോട്ടുണ്ട്. ഒരു വോട്ട് എന്താണ് നീ പറഞ്ഞത്? വോട്ടുണ്ട്. അണ്ണാ അത് കേട്ടില്ലേ? അല്ലളിയാ, അപ്പൊ ജോക്കി കാലിന്റെ ഇടയിൽ കൂടെ ഇടാന്ന് ജെട്ടി. എന്തൊക്കെയാടാ പറയുന്നത്? അണ്ണ ഒന്നും പറയാൻ പറ്റില്ല. അണ്ണ ഇല്ലാത്ത പണിയിൽ 4 എണ്ണം പറയാൻ നിർത്തിക്കൊള്ളണം. ഇല്ല എന്തായാലും അണ്ണ വരുമ്പോ പറയണ കേട്ടോണ്ടിരിക്കണം. നിന്നെ എന്തൊക്കെ പറഞ്ഞാലേ ഞാനീ സംഭവം പറഞ്ഞ ഇതെല്ലാം ആൾ ഇവിടെ നിന്നൊക്കെ കാണുവേ, അങ്ങനത്തെ ഒരാളാണ് നമ്മള്. അണ്ണ ഇത് കേട്ടോക്ക്. എൻജോയ് എൻജോയ്. നീ എൻജോയ് അല്ലേ, എൻജോയ് എൻജോയ്. അല്ലെങ്കിൽ എനിക്കിപ്പോ കോൾ വരും, എനിക്കിപ്പോ കോൾ വരും. നീ ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല, ആ കാരണം പറഞ്ഞ് ഞാൻ തിരിച്ചെടുക്കൂല. അല്ല അതല്ല ഞാൻ പറയട്ടെ, ബോബിനെ ആക്കാൻ നിക്കുകയാണെങ്കിൽ പക്ഷെ ജോക്കിക്ക് അത് വിഷമാവില്ലളിയാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ബോബിനെ ആക്കിയാല് നമുക്ക് ചരിത്രനെ ഈസി ആയിട്ട് ജയിപ്പിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ല, പെട്ടെന്ന് പേര് മാറിപ്പോയി കേട്ടോ, കാരണം വെളിയിൽ കോഡ് വന്നോണ്ടേ ഇരിക്കുന്നു. വിടാതെ വിളിക്കാണ്. ഓ വിടാതെ വിളിച്ചോണ്ടിരിക്കണ. ഇതിന്റെ പേരിൽ ഇനി അടുത്ത ദിവസം എന്താണ് വരുന്നതെന്ന് സ്റ്റീവിനോട് പറയോ ഡിഫറെന്റ്. ഹലോ ഹലോ അയ്യോ ഞാൻ ഒന്നും കേട്ടില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ അണ്ണൂനെ പോലെ ഓടുള്ളവരാൾ സിറ്റിയിലില്ല. ഞാൻ ഈ പറഞ്ഞതൊക്കെ ആള് കേൾക്കുന്ന ഒരു പേടി എനിക്ക് തന്നെ വന്നില്ലേ, അപ്പൊ തന്നെ ആളുടെ ഓട നമുക്ക് മനസ്സിലായില്ലേ. ഭയങ്കര ഓടമുള്ള മനുഷ്യനാണ്. ഓടയാ ഓടാണ് നല്ലടാ, ഇതെന്തിനു പറയുന്നത് അതിന്. എടാ സ്റ്റീവേ ഒന്നാണ്. എടാ നിന്റെ അടുത്ത് പിള്ളേർ പറയുന്നത് റീകോയിൽ ഡിഫറൻസ് ഉണ്ടാന്ന് ചെക്ക് ചെയ്യാം. എനിക്ക് ആരൊക്കെ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുന്ന അങ്ങനെ പീടി വരുമോ? ഒരു ചെറിയൊരു എന്ത് പറ്റി, എനിക്ക് അങ്ങ് വലുതായിരുന്നു ഫീൽ ചെയ്യണല്ല. അങ്ങനെ ചോദിച്ചു. ഇതല്ല ഇതൊക്കെ അല്ലല്ലേടാ ഇതാരി തൂക്കിക്കൊണ്ട്. ഹലോ ഹായ് കുട്ടി. അച്ഛൻ കുട്ടിയല്ലേ പട്ടിയായിരുന്നു. അയ്യോ സോറി. വണ്ടി ഉണ്ടോടാ? അല്ല ഇതൊക്കെ ക്യാരി അടി എല്ലാരും ക്യാരി അടി. ഇവനക്കാരാ? എന്റെ പുറത്തൊക്കെ ആരിലും ചാടി കേൾക്കോ? അടുക്കി കയറ്. എന്റെ ബ്രദേഴ്സ് പാടി കിട്ടിയാലേ എന്റെ ലുക്ക് വെച്ച് ഇറങ്ങും. എടാ ബാബു 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 സരക്കിന്റെ അതേ മുഖച്ചായ, സരക്കിന്റെ അതേ മുഖച്ചായ ലവനി. ഇതേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലുക്കൊക്കെ കൊള്ളാവുന്നതുകൊണ്ട് എല്ലാരും ആ ലുക്കൊക്കെ മനസ്സിലായി കോപ്പി അടിക്കും. ഈ ഉഗ്യ ലുക്കൊക്കെ ആരെങ്കിലും കോപ്പി അടിക്കും. ഈ സ്റ്റോളി സിറ്റിയിൽ വേറെ ആർക്കും ഇല്ല, അതാണ് വേറെ. നമ്മള് വീണ്ടും അതിലോട്ട് പോകാം. നമ്മൾ ടോപ്പിക്ക് മാറി
ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് പോവാം. ബാക്കി ഇത് എപ്പോഴാണ് അടി കിട്ടുന്നതെന്ന് ഒരു പിടിയില്ല. അയ്യോ തോളിക്കിരിക്കോ രണ്ടെണ്ണം വെച്ച് കയറിയോ ഇത് എന്തിനാ ഇത്? ആ, ഞാൻ back കേറി, side കേറി, കേറി ഒന്നുകൂടി കേറി, ഒന്നുകൂടി കേറി. ഇതെങ്ങനെയാണ് തോളിക്കായിരുന്നേ സത്യം അത് തോന്നുന്നു. യാ, ഈ- ഇല്ല PL ഉണ്ട് 6800 പിങ് എനിക്ക്. ഇങ്ങനെ അളിയാ ഇങ്ങനെ. ഓ 17 PL. അളിയ ഇങ്ങനെ ബാബു നമ്മള് കത്തി നിങ്ങൾ കത്തിയാ 17 PL ഒക്കെ. ഇല്ല എനിക്ക് 5 വീലേ ഉള്ളൂ. ആ അല്ല 17 17. വീല്. നിനക്ക് ആ വണ്ടിക്കകത്ത് എനിക്ക് കേറിയോ? 16 ആയി. പിങ് എത്ര? എനിക്ക് 17 17 22,000. 22,000 എനിക്ക് 200 ഉള്ളൂ. കത്തി അണ്ണാ T40 കയറിയാ? 22,000 പിങ്ങോ? എന്റെ ലീന ഏബലിന് പച്ചത്തുണി ഉണ്ടെന്നാ. അണ്ണൻ T40 അതിനെ കയറിയാ? മിസ് ചെയ്തിട്ടോ ഇത് ഞാൻ എന്തൊരു ചെയ്യൂടാ. ഇവിടെ അണ്ണം കത്തി നിനക്ക് കത്തി. ആ നമ്മളൊക്കെ വെച്ച് ടോപ്പ് പോയാൽ നമ്മൾ എത്തത്തില്ല. അത്രേ ഉള്ളൂ ബാബുണ്ണ ഓ ബാബു അണ്ണന് ഞാൻ കുറച്ച് പച്ചവെള്ളവും കുറച്ച് നീലവെള്ളവും തന്നിട്ടുണ്ട്. ആ ഓക്കേടാ താങ്ക് യു മോനെ. പച്ചവെള്ളം ഹെൽത്തിനുള്ളത്, നീലവെള്ളം ആർമറിന്. എനിക്കറിയാം ഞാൻ ഹോജിയാണ്. വരും പോണ്ടി, ബാബു bye. ബാബു ബൈ ബൈ ബൈ. ബൈ ജൂലി. പോയി ചാവ്. മിക്കവാറും ഗസറ്റി കൊടുത്ത് നാളെ പേര് മാറ്റിട്ട് വരും. അല്ല നമ്മളപ്പോ എങ്ങനെ പോവും? എന്തൊരളിയാ. നിനക്ക് ഇറങ്ങണോ സ്റ്റീവൻ? നിന്നാക്കി തരണോ? എന്നെ ടൈമായില്ല. മുടുക്കിലിറക്കി തരാം ആ ബാബു കോളർ തരാം വീണ്ടും എടുത്തോ. സരക്ക് വന്നിട്ട് പോവാം നമുക്ക്. പ്രീവാർ ടൈം ആയാ. അണ്ണാ ഹലോ ഞാൻ ഒരു പ്രീവാറിന്റെ കാര്യം നോക്കായിരുന്നു. ഓക്കെ അണ്ണാ ഓക്കെ. ഇപ്പൊ വരാം. ഹലോ ചേച്ചിയുടെ പേരെന്താ? 10:30 10:30. അളിയാ ബാബു ബാബുണ്ണനെ കൊണ്ടുപോയി ചേട്ടൻ. ഇനി ഇപ്പൊ സമയത്രയായി? നാട്ടിലെ സമയത്രയായി? ചേട്ടൻ കൊണ്ടുപോയി കാണും. ഓ എനിക്ക് തൃപ്തിയായി. ഞാൻ ഇറങ്ങുവാ. ബൈ. കിട്ടിയല്ലേ ബാബു ഇന്ന് അടിപൊട്ടും കാണാൻ വരുന്നെങ്കിൽ വന്നോട്ടാ. ആണോ? അത് കാണാൻ വരും. ഓക്കെ 9:50. ഓക്കെ ഒരു ഇരട്ടപ്പെട്ട സുഖം കേട്ടാടാ മറ്റേ. അപ്പൊ നീ ഇനി മാത്രം പറഞ്ഞ മാറ്റേ. നീ ആരെ സപ്പോർട്ട് ചെയ്യുന്നത്? അല്ല ഇത് നമുക്ക് ഒറ്റാളല്ലേ ഉള്ളു അണ്ണു. നമുക്ക് അണ്ണു മാത്രമല്ലേ ഇവിടെ മത്സരിക്കുന്നുള്ളൂ. വേറെ ആരും ഇല്ലല്ലോ. എല്ലാരും പിൻവലിക്കാൻ പറ, ക്യാൻസൽ ചെയ്യാൻ പറ. അത് പോട്ടെ. എങ്ങനെ വണ്ടിയില്ലാതെ എങ്ങനെ പോകും? ഞാൻ ഇറങ്ങുവാ. എനിക്ക് നല്ല രീതിയിൽ തൊണ്ടവേന എടുക്കണം കേട്ടോ. തൊണ്ടവേദന? ഞാൻ ഒന്നും പറയുന്നില്ല അളിയാ. എനിക്ക് നിന്റെ അടുത്ത് കൊറേ ഊക്കാൻ വേണ്ടി കോമഡി ഒക്കെ അളിയാ എനിക്ക് വരുന്നുണ്ട്. പക്ഷെ എനിക്ക് അങ്ങോട്ട് നീ ആണെന്ന് കാണുമ്പോ പറയാൻ പറ്റണില്ല. അങ്ങനെയൊന്നുമില്ല. പറ്റ ആരായാലും പറയണം. ജൂലി ഇറങ്ങി ദേവുട്ടി റീസെറ്റ് ഏത് റേഡിയോയില് പറയണത്? ദേവുക്കുട്ടി അല്ല സരക്കണ്ണ വരണ്ടേ? ആ സരക്ക് വെച്ചാ. ദേവുക്കുട്ടി. ഓ ബാബു ഇതാണ് ദേവുക്കുട്ടി. ഓ എനിക്കറിയാൻ മാറ്റേ. അതെ നമുക്കൊക്കെ അതെങ്ങനെ നിനക്ക്? അല്ലല്ല സരക്കട്ടെ സരക്കെണ്ണം വരണ്ടേ? ഓ ശരിയാണ്. നമുക്ക് ഇവിടെ ഇത് കുറച്ചേരം ഇരിക്കാന്ന. ഇത് അണ്ണ ചന്തിപൊളി പോയാ? ഐസ് വിളിക്കാൻ വേണമെങ്കിൽ ഐസ് പാക്ക് എടുത്തോക്ക്. ഐസ് പാക്ക്. ഇവളൊക്കെ പോയി എല്ലാം പോയി വൃത്തിയട്ടവള്. ഒരു ചെറുക്കന്റെ ചന്തിയെ കുറിച്ചാണ് നീ പറയണത്. ബാബുസേ അത് പറഞ്ഞ കാര്യം ഒരു ചരക്കിന്റെ സന്ധ്യയെ കുറിച്ചാണ് പറയുന്നത്. ചരക്കിന്റെ അല്ല ഒരു ചെറുക്കന്റെ ബാബുശ്ശേരി ഓ അളിയാ ജയ മസല്. പണ്ടൊരു പ്രണയം ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? അവിടെ ഒരു എ വെച്ച് മൂന്നാലെണ്ണം പേരോട് ലാസ്റ്റ് ഭാര്യ പഴയ ഭാര്യ അവളിവിടെ ഉണ്ട്. ഉണ്ടോ? അളിയാ നമുക്ക് ഇരുന്ന് സംസാരിക്കാന്നേ. എല്ലാരും ഇപ്പൊ ആരെ ഭാര്യ? അത് അതറിയില്ല. ഡൗട്ടാണ്. സരക്കണ വരൂലേ? കാര്യമില്ലല്ലോ. എടാ ഞാൻ കഷ്ടപ്പെട്ട ഒരു റിലേഷൻ ആയതാണ്ടാ. എന്റെ അളിയാ കഷ്ടപ്പെട്ട നീ ആദ്യം ജെമസിലേക്ക് ഇരിക്കണം. ഇല്ല വർക്കാവൂല. ആ പറയളിയാ നിനക്ക് പ്രേമം ഉണ്ടായിരുന്നോ? എനിക്കൊരു 5 എണ്ണം ഉണ്ടായിരുന്നു മറ്റേ. അവസാനത്തിന്റെ മുന്നേറ്റമായിരുന്നു മറ്റേ ആര്യ. പക്ഷെ ഈ മുലലില്ലേ, ഈ മുലലിക്ക് ഭയങ്കര പ്രശ്നമാണ് മാറ്റിയെ. മുലലി സിംഗിൾ ആണ്. മുലലിക്ക് ഞാൻ കഷ്ടപ്പെട്ട് എവിടെയെങ്കിലും ഒരു ഗേൾ ഫ്രണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുവേ.
പക്ഷെ മലയാളിയുടെ ചില പ്രത്യേക കഴിവുകൾ കാരണം വേറൊന്നും നടക്കാറില്ല, അതുകൊണ്ട് അവർ ഇട്ടിട്ട് പോകും. ഞാൻ ഓരോന്നൊന്ന് റെഡിയാക്കി വരുമ്പോഴത്തേക്ക് മുരളി എന്നെ കൊണ്ട് അങ്ങ് എനിക്ക് 5 ഭാര്യ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ടേപ്പ് ഉണ്ടാക്കൂടാ. സത്യമല്ലേ ഇത്? ബാബുന്റെ ഭാര്യനെ കുറിച്ച് അളിയാ. സംസാരിക്കായിരുന്നു ആര്യ. പണ്ടത്തെ. ഭാര്യ ആര്യ പഴയ ഭാര്യ. അതെ. നിന്റെ പഴയത് അല്ല ഇടയ്ക്ക് വെച്ച് വേറൊന്നും ഉണ്ടായിരുന്നല്ലേ, മറ്റേ എന്തൊരു അസുഖം വന്ന് മരിച്ചുപോയോ? അല്ല ഇന്നലെ ദേവക്കുട്ടി മറ്റേ ദേവക്കുട്ടിയുടെ ബോയ് ഫ്രണ്ടിനല്ലേ ഇന്നലെ പരിചയപ്പെടുത്തിയേ? എനിക്ക് ബോയ്ഫ്രണ്ട് ഒന്നുമില്ല. ഞാൻ ഇല്ലേ? ബോയ് ഫ്രണ്ട് ശരിക്കും പറയാലോ സംഭവം മനസ്സിലായി. ദേവക്കുട്ടി ദേവക്കുട്ടി എടുത്തൊരു താല്പര്യമൊക്കെ ഉണ്ട്. എന്തിനെന്തിന് അളിയാ വൃത്തിയുടെ പറയില്ലേ? അങ്ങനെ താല്പര്യം ഉണ്ടെന്ന് അറിയുവാണെങ്കിൽ ദേവക്കുട്ടി ഈ തുണിയെ വച്ച് കയറി തൂക്കിക്കോട്ടെ. പക്ഷെ ഇപ്പൊ വേണമെങ്കിൽ ഒരു നല്ലൊരു ചാൻസ് ഉണ്ട്. ഇപ്പൊ ചാടിയ താഴെ ദേവക്കുട്ടി അല്ലാതെ വേറെ ആരുമായിട്ട് ബാബു സമ്മതിക്കൂല. ബാബു ഇത് ആവണി ആര്? ആവണിയായിരുന്നല്ലോ എന്റെ ലാസ്റ്റ് ഗേൾ ഫ്രണ്ട്. അവള് പോയി, അവളിന്നില്ല, അവനില്ല. റിസൈൻ ചെയ്ത് പോയി. പോയടാ. എടാ ഇവരൊക്കെ ഭയങ്കര താല്പര്യത്തോട് പ്രേമിക്കാൻ വരുമ്പോഴേ എന്നെ മുരളി വല്ല ലോഡ് എടുക്കാനും സ്റ്റോക്ക് എടുക്കാനെന്നും പറഞ്ഞ ആന്റിബാക്ടീരിയൽ സാധനം ഏൽപ്പിച്ച് എന്നെ എവിടെ നിന്ന് വിടുകൂടാ, നാട് വിടുകൂടാ. തിരിച്ചു വരുമ്പോഴത്തേക്ക് ഞാൻ ഏതെങ്കിലും പെണ്ണിന്റെ കൂടെ ഒളിച്ചോടി പോയതാണെന്ന് പറഞ്ഞ മുരളി എന്നെ കഥടിച്ചിറക്കി അവരെ ഡിപ്രഷൻ ആക്കി ഈ സിറ്റിയിൽ പറഞ്ഞു വിടും. കഴപ്പ് അറിയില്ല. പക്ഷേ ഗെയിൽസിൽ ഉണ്ടായിരുന്നെങ്കിൽ പാറ്റേ ഞാനും ഗെയിൽസിലും എന്റെ 3 മക്കളുമായിട്ട് ഇപ്പൊ ഇവിടെ സുഖമായിട്ട് ജീവിച്ചേനെ. എനിക്കത് ഓർമ്മയുണ്ട്. ആഗ്രഹമായിരുന്നു 3 പേരെണ്ണ. ചന്ദ്രനെ പോലല്ലോ, ചന്ദ്രനെ പോലല്ല വഴിയൊക്കെ കിട്ടുന്ന പിടിച്ചെടുത്തില്ലേ? പിന്നെ അത് ഇത് ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതേ ഉള്ളൂ. കഴിവിനനുസരിച്ചുള്ള അവർക്ക് ചെയ്യാൻ പറ്റൂ. ചന്ദ്രൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഉമ്മ വെച്ചാൽ പ്രഗ്നന്റ് ആവുന്ന. നീ അങ്ങനെ വിചാരിച്ചിരുന്നു ഇത്ര നാള്? സോറി നമ്മള് ഊക്കിയത് വെച്ചിട്ടാണോ ജോലി പോയത്? അല്ലല്ല അവള് അളിയാ അങ്ങനെ ഒന്നും തിരിക്കണ്ട. അളിയാ കൊടുക്കണം, ഇനിയും കൊടുക്കണം. അല്ല ജോലിക്ക് വാറ്റിനെ വെട്ടി എന്തോ റീലുണ്ടാക്കി തോന്നേട്ടാ. ഓ ടൈറ്റില് പൂണ്ടിരാജ എന്നായിരുന്നു. കൊടുക്കണം അളിയാ. എന്നിട്ട് അളിയാ അതല്ല സരക്കെ, എന്നിട്ട് ഇൻവൈറ്റഡ് ടു കൊളാബ്. എനിക്കുണ്ടായിരുന്നു. പക്ഷേ ജൂലി എന്ന് പറഞ്ഞ അവരെ സത്യമല്ലേ എന്റേത് അവിടെ ഇരുന്ന് മുക്കുന്നടിയാ. എന്റേത് അവിടെ കിടന്ന് മുക്കണം. സ്വയം കൊടുത്തിട്ട് അതാണ്. കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ തിരിച്ചറിയുള്ളിയാ. ഇതൊക്കെ എന്റെ അഭിനയല്ലേ അളിയാ? സത്യം അറിയാ. ഒരാളെ ചിരിപ്പിക്കണം എന്ന് പറയുന്നത് അത്ര വലിയ ചെറിയ കാര്യമാണ്, വലിയ കാര്യമല്ലേ? പക്ഷേ ഇപ്പൊ എന്ത് കോമാളിത്തരം കാണിച്ചിട്ടാണെങ്കിലും സരക്കെ ഞാൻ പറഞ്ഞുതരാം. സരക്കെ ഇങ്ങനെ എന്റെ ട്രിക്ക് എന്തിനെന്നറിയോ? ഞാൻ ഇതേപോലെ പാവത്താനെ പോലെ ഇങ്ങനെ എല്ലാരും പറയുന്നതാക്കും, മനസ്സിലായാ? ഇനി വാസു വരുമ്പോ വാസുവിനും എന്നെ എടുത്തിട്ട് ആട്ടമുള്ളത് ഞാൻ നിന്ന് കൊടുക്കും. അങ്ങനെ വാസുവിനും എല്ലാരും പറയും ആ വാറ്റണ്ണനെ ഇങ്ങനെ പറഞ്ഞു ആവെന്നൊക്കെ പറഞ്ഞ് എന്നെ സ്ലോട്ടി കയറ്റും എന്റെ തനി സ്വഭാവം മാറും. അപ്പൊ ഞാനാണെങ്കി ഇടും ഒരു റീല്. ഇമോഷണല് എല്ലാരും എന്നെ ഊക്കുന്നതൊക്കെ ആദ്യം ഇട്ടിട്ടെ തിരിച്ച് ഞാൻ ഊക്കുന്നത് അടുത്തത്. അതെ അതാണ് എന്റെ ഐഡിയ. നിങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ലേ ഈ കംബാക്ക് മൊമെന്റ്? ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ സിനിമയിലെ, അപ്പം നീ പറയണം മിഡിൽ ക്ലാസ് ആയിട്ട് ഒറ്റയ്ക്കായിട്ട് വെടികെട്ടി വരാനായിട്ട് ഒരു സമയം എടുക്കുമല്ലോ എന്നുള്ള. അപ്പൊ അന്ന് വൈകിട്ട് പക്ഷെ നീ ഡിസ്കോഡ് നോക്കല്ലേ മുരളി നിന്നെ ഗ്യാങ്ങിൽ നിറക്കി വിട്ടതായിട്ടേ? അത് നോക്കാതിരുന്നാ മതി. അതൊരു ഓക്കെയാണ്. റീൽ ഇടുന്ന രാവിലെ ഓക്കെയാണ്, രാവിലെ വൈകിട്ട് ഓക്കെ വൈകിട്ട് ശേഷം നീ നോക്കരുത്. അണ്ണാ എനിക്കാണ് ഒന്ന് നമുക്ക് എന്നെ ഗ്യാങ് ഒന്ന് അവിടെ കൊണ്ട് വിട്ടിരണ. എനിക്ക് ചന്ദനെ കണ്ട് ആശ്വസിപ്പിക്കണം അണ്ണാ. നമ്മൾ ഇത് പറഞ്ഞതിന്റെ പേരിൽ അവൻ TDM കയറി അവിടെ ഉണ്ടായിരുന്ന എല്ലാവന്മാരും അടികൊണ്ട് പൊളിച്ച്.
എന്ത് നല്ല നടക്കാത്ത സ്വപ്നം. നീയൊക്കെ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ നീയൊക്കെ. നീയൊക്കെ എന്നെ കാണുന്നു, എന്നെ സപ്പോർട്ട് ചെയ്യാനാ, എന്റെ ഊക്ക് കണ്ട് ചിരിക്കാനാ നീയൊക്കെ. ഞാൻ എല്ലാത്തിനെയും ഇതെല്ലാം ഞാനേ ഈ മേളിൽ ഇവിടെ കണ്ട നിന്റെയൊക്കെ ചാറ്റ് കിടന്ന് ഓടുന്നത് വെട്ടും ഞാൻ. നിന്നെയൊക്കെ എല്ലാത്തിനും ഞാൻ വെട്ടും. പേരെടുത്ത് ഞാൻ വെട്ടും. മനസ്സിലായോ? അതിന് വേണ്ടിയാണ് ഞാൻ ഇതിട്ടത്. നീ എടുത്തു കിളവിയൊക്കെ എന്റെ മണ്ടയ്ക്കൊന്നും ഇരിക്കുന്നു. അണ്ണാ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറന്നുകൊണ്ടാ. നമുക്ക് എങ്ങനെങ്കിലും ഇത്തവണ അണ്ണൂനെ മേയറായിട്ട് സെറ്റ് ആക്കണം കേട്ടോ. പാർട്ടിക്ക് രൂപീകരിക്കണം. ചന്ദ്രന്റെ ലൈവിൽ നിന്ന് വന്നതാണ് വെട്ടാറെന്നാ. അണ്ണാ ഞാൻ നേരത്തെ പറഞ്ഞ മറക്കല്ലേ, നമുക്ക് എങ്ങനെയും പാർട്ടി വെട്ടിട്ട് എനിക്ക് അയച്ചേരോടാ, എനിക്ക് അയച്ചേരോ. ഞാൻ ഇടാടാ. ഫുൾ സപ്പോർട്ട് ജോക്കിക്ക് തന്നെ. അളിയാ മനസ്സ് സരക്കേ, നീ മനസ്സ് മാറി കണ്ടില്ലേ പെട്ടെന്ന് തന്നെ. അത് മനസ്സിലായി. അങ്ങനെ പറഞ്ഞ ഇത് കാണുന്നോണ്ടെന്ന് എനിക്കറിയാലോ. അല്ല അണ്ണൂന് അത്ര കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഇവിടെ പൊട്ടി മുളച്ചത്. നമ്മളെ പിള്ളേരാ. അയ്യോ എന്നെ ഇവിടെ ഇറങ്ങിയാ മതി. ഫുൾ സപ്പോർട്ട് വിത്ത് പ്ലഷർ. എന്നെ സൈഡ് ഇറങ്ങിയോ? എവിടെ ഇറങ്ങാം? ഇപ്പോഴും അറ്റാച്ച്മെന്റ് ഉണ്ടല്ലേ ഒരു ചരിവൊന്നും തുടങ്ങിയല്ലേ. അയ്യോ താങ്കൂടാ. ഇത് കഴിഞ്ഞിട്ട് നൈസായിട്ട് ഇപ്പം അടുത്ത അറിയാവോ? ഇപ്പം മറ്റേ ചോദിക്കും കേട്ടാ കാറിലൊരു നമ്പർ. അളിയാ നീ അങ്ങനെ പറയല്ലേ അളിയാ. വിഷമോ മിണ്ടാരി. ജനകണ 555 ആരെ നമ്പർ എന്നാ? 555 ഹലോ ബോബുടാ.